What is up guys? You are already watching Cinema is Life. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് രണ്ട് ഇന്ത്യൻ റീജിയണൽ മൂവീസ് ആണ്. ഫസ്റ്റ് ഐ എം ഗോയിങ് ടു റിവ്യൂ ദ ന്യൂ തെലുഗു പാൻ ഇന്ത്യൻ റിലീസ് സ്റ്റാറിംഗ് ദ വിജയ് ദേവരകൊണ്ട. I have no clue why he uses the term the before his name, but whatever. Starring Vijay Deverakonda, Kingdom. അത് കഴിഞ്ഞ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു കന്നഡ മൂവിയാണ് ഗൈസ്, a horror comedy genre കന്നഡ film called Sue from So. So ഈ രണ്ട് മൂവീസും ഒത്തിരി ഓപ്പോസിറ്റ് ആണ് in terms of its nature. Kingdom on one hand is a pan-Indian release. It's a very high-profile release. You know, big, famous actors, famous film technicians are all working on the movie Kingdom. ഭയങ്കര hype ഉണ്ട്, ഭയങ്കര promotion ഉണ്ട്. But on the other hand, if you look at Sue from So, ഒരു ഫേമസ് ആക്ടറും ഫേമസ് ടെക്നീഷ്യനും ഈ മൂവിക്കകത്ത് വർക്ക് ചെയ്യുന്നില്ല. ഇറ്റ്സ് എ ടോട്ടലി അൺനോൺ ഫിലിം. ഒരാൾക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനത്തെ മൂവി ഇറങ്ങും, ഇങ്ങനത്തെ മൂവി ഒരു നല്ല മൂവിയായി മാറുമെന്ന്. ബട്ട് ഓവർ ദ ലാസ്റ്റ് 1 or 2 weeks സിൻസ് ഇറ്റ് ഹാസ് ബീൻ റിലീസ്ഡ് ഇൻ കർണാടക, ഇറ്റ് ഈസ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഗുഡ് റിവ്യൂസ്. ഭയങ്കര കിട്ടിലൻ വേർഡ് ഓഫ് മൗത്ത് ആണ് ഈ മൂവിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് ദ ഗുഡ് റിവ്യൂസ്, ബിക്കോസ് ഓഫ് ദ ഗുഡ് വേർഡ് ഓഫ് മൗത്ത്, ദിസ് മൂവി ഫ്രം ഓഗസ്റ്റ് 1 onwards is going to release in a lot of other Indian languages. മലയാളത്തിൽ റിലീസ് ആകുന്നതാണ്. സോ ദിസ് വീഡിയോ is going to be a review of both Kingdom and Sue from So. ആദ്യം നമുക്ക് കിങ്ഡം മൂവിയെക്കുറിച്ച് സംസാരിക്കാം. ഒരു പാൻ ഇന്ത്യൻ തെലുഗു റിലീസാണ്, ഡയറക്റ്റഡ് ബൈ ഗൗതം തിനനൂരി. ഇതിന് മുമ്പേ പുള്ളി ഡയറക്റ്റ് ചെയ്തേക്കുന്ന മൂവിയാണ് ജേഴ്സി. നാച്ചുറൽ സ്റ്റാർ നാനി സ്റ്റാറിംഗ് മൂവിയാണ്. ഒരു സ്പോർട്സ് ബേസ്ഡ്, ക്രിക്കറ്റ് ബേസ്ഡ് ഇമോഷണൽ ഡ്രാമ മൂവിയാണ്. പേഴ്സണലി എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് തെലുഗു ഫിലിംസിലൊന്നാണ്. ഇഫ് യു ഹാവൻ വാച്ച്ഡ് ഇറ്റ്, ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ആക്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലീഡ് ആക്ടർ വിജയ് ദേവരകൊണ്ടയാണ്. പുള്ളിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആഫ്റ്റർ ദ മോണ്യുമെൻ്റൽ സക്സസ് ഓഫ് അർജുൻ റെഡ്ഡി, പുള്ളി ഉണ്ടാക്കിയ 7-8 പടങ്ങളെല്ലാം ഫ്ലോപ്പുകളാണ്, എല്ലാം വെരി ആവറേജ് മൂവീസാണ്. എസ്പെഷ്യലി ഇഫ് യു ലുക്ക് അറ്റ് ഫിലിംസ് ലൈക്ക് ലൈഗർ, മൈ ഗോഡ്, മലങ്കൾട്ട് ഫിലിംസ്. See, Vijay Deverakonda is a very good actor. Arjun Reddy, the movie is proof to the fact that he's a very good actor. All he needs is a good script and a good director. So when I got to know that Vijay Deverakonda was working with Gautam Tinanuri, I was excited. Vijay Deverakonda കൂടെ വർക്ക് ചെയ്യുന്നത് ഈ മൂവിക്കകത്ത് നമ്മുടെ മലയാളത്തിൽ നിന്ന് ബാബുരാജ് ഉണ്ട്. ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് പുള്ളി പ്ലേ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ വേറെ ഒരു മലയാളി ആക്ടർ വെങ്കിടേഷ്, പുള്ളിയാണ് ഈ മൂവിക്കകത്ത് മെയിൻ വില്ലൻ. നല്ല കിട്ടിലൻ വില്ലനാണ് ഗൈസ്. ഒരു 1 ലൈൻ റിവ്യൂവിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ, എന്തിനോ കടന്ന് തിളയ്ക്കുന്ന സാമ്പാർ. The reason why I'm saying is because on technical side, this movie is amazing. Background music, കിടിലൻ. Cinematography, sound design, കിടിലൻ. ഈ മൂവി കാണാനും കേൾക്കാനും നല്ല രസമാണ്, ഭയങ്കര ഗ്രാൻഡാണ്. But the biggest negative about this movie is that the storyline is very, very basic. സി, പന്നൽ ആണെന്നല്ല ഞാൻ പറയുന്നത്, ഇറ്റ് ഈസ് വെരി ബേസിക്. നമ്മൾ ഇതിൻ്റെ മുമ്പേ 100,000 പടങ്ങളിൽ കണ്ടേക്കുന്ന സെയിം സംഭവങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും എടുത്ത് ഒരു സ്റ്റോറി ഉണ്ടാക്കിയേക്കുവാണ്. വെരി ക്ലീഷേ, വെരി പ്രെഡിക്റ്റബിൾ. സോ ദാറ്റ് ഈസ് വൈ ഐ സെഡ് എന്തിനോ കടന്ന് തിളയ്ക്കുന്ന സാമ്പാർ. ഈ മൂവിയുടെ സ്റ്റോറിയെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഇതിൻ്റെ അകത്ത് 2 ബ്രദേഴ്സിൻ്റെ മെയിൻ കോർ സ്റ്റോറിയാണ്. ഇതിൻ്റെ അകത്ത് വിജയ് ദേവരകൊണ്ട ഉണ്ട്, പുള്ളിയുടെ ഒരു എൽഡർ ബ്രദർ ഉണ്ട്. ഇവർ രണ്ടുപേരും ചെറുപ്പത്തിൽ തന്നെ സെപ്പറേറ്റ് ആയിരുന്നു ഡ്യൂ ടു സം ഇൻസ്റ്റൻസസ്. അപ്പം പിന്നെ 20 years ലേറ്ററിലെ സീനാണ് ഈ മൂവിക്കകത്ത് കാണിക്കുന്നത്. വിജയ് ദേവരകൊണ്ട ആന്ധ്രാപ്രദേശ് പോലീസിൽ ഒരു പോലീസ് കോൺസ്റ്റബിളാണ്. പുള്ളി സോർട്ട് ഓഫ് ലൈക്ക് എ റെബൽ ക്യാരക്ടറാണ്. അപ്പം പുള്ളിക്ക് ഒരു പുതിയ അസൈൻമെൻറ്റ് കിട്ടുവേ. ആസ് എൻ അണ്ടർ കവർ ഏജൻറ്റ്, ആസ് എ സ്പൈ, ശ്രീലങ്കയിൽ ഒരു വലിയ മാഫിയ അല്ലെ കാർട്ടലിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യണം. അപ്പം പുള്ളിയെ അവിടെ വിടാൻ പുള്ളിക്ക് മോട്ടിവേഷൻ കൊടുത്ത എന്താണെന്ന് വെച്ചാൽ, പുള്ളിയോട് പറഞ്ഞ് ആ കാർട്ടലിൻ്റെ തലവൻ അല്ലെങ്കിൽ ലീഡർ പുള്ളിയുടെ പണ്ട് കളഞ്ഞുപോയ എൽഡർ ബ്രദറാണ്. അപ്പം ആ എൽഡർ ബ്രദറിനെ തിരിച്ച് കൊണ്ടുവരണമെന്നുള്ള ഒരു മോട്ടിവേഷൻ കൊണ്ട് വിജയ് ദേവരകൊണ്ട ശ്രീലങ്കയിൽ പോയി ആ ഗ്യാങ്ങിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. ദെൻ വാട്ട് ഹാപ്പൻസ് ഫോംസ് ദ പ്ലോട്ട് ഓഫ് ദ മൂവി. ഈ മൂവി കണ്ടുകൊണ്ടിരുന്നപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് ഓർമ്മ വന്നത് റീസെൻ്റ്ലി ഞാൻ കണ്ട തമിഴ് മൂവിയാണ് സൂര്യ സ്റ്റാറിംഗ് റെട്രോ. ഇതിൻ്റെ അകത്തും ഹീറോ ഒരു ദ്വീപത്തിൽ പോയി ആ ലോക്കൽസിൻ്റെ കൂടെ ജീവിക്കുന്നത്. എന്നിട്ട് സ്റ്റോറി പ്രോഗ്രസസ് ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ഇറ്റ്, ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് ഹീറോ ആ ദ്വീപത്തിലെ ആൾക്കാരുടെ രക്ഷകനായി മാറും. സെയിം സംഭവമാണ് റെട്രോയ്ക്കകത്തും കിങ്ഡമിൻ്റെ അകത്തും. Let's talk about the positives and negatives of this film. Starting with positives. Positive number 1. നമ്മൾ ടിപ്പിക്കലി തെലുങ്ക് പടത്തിൽ കാണുന്ന ആൻറ്റിക്സ്, ഫോർ എക്സാമ്പിൾ ഓവർ ദ ടോപ്പ് ഡയലോഗ്സും അൺബിലീവബിൾ സംഭവങ്ങളും ഒബ്ജക്ടിഫിക്കേഷൻ ഓഫ് വുമൻ, ഇതൊന്നും ഈ മൂവിക്കകത്ത് ടു ആൻ എക്സ്റ്റെൻറ്റ് ഇല്ല. പക്ഷേ ലാസ്റ്റിലെ ക്ലൈമാക്സ് പോർഷൻ ആകുമ്പോഴത്തേക്ക് ടിപ്പിക്കൽ തെലുങ്ക് പടത്തിൽ കാണിക്കുന്ന പൊട്ടത്തരമൊക്കെ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നെഗറ്റീവ്സ് പറയുമ്പോൾ പറയാം. പോസിറ്റീവ് നമ്പർ 2, ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ മൂവി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ മൂവിക്കകത്ത് മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമാറ്റോഗ്രാഫി, സൗണ്ട് ഡിസൈൻ എല്ലാം അടിപൊളിയാണ്, വിച്ച് മേക്സ് ഇറ്റ് എ വെരി ടെക്നിക്കലി സുപ്പീരിയർ ഫിലിം. അനിരുദ്ധ് രവിചന്ദർ കമ്പോസ് ചെയ്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം നല്ല അടിപൊളിയാണ്. നമ്മൾ ടിപ്പിക്കൽ തെലുങ്ക് പടങ്ങളിനകത്ത് കാണുന്ന ഐറ്റം ഡാൻസും ആവശ്യമില്ലാത്ത പാട്ടുകളും ഒന്നുമില്ല. അതിൻ്റെ കൂടെ സിനിമാറ്റോഗ്രാഫി ബൈ ഗിരീഷ് ഗംഗാധരൻ ആൻഡ് ജോമോൻ ജോൺ, നല്ല ഒരു ഒരു വിഷ്വലി അപ്പീലിംഗ് മൂവിയാണ്. എസ്പെഷ്യലി ഈ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഏൻഷ്യൻ പീരിയഡ് 1910 അല്ലെ 1920 നടക്കുന്ന ഒരു ട്രൈബൽസ് വേഴ്സസ് ബ്രിട്ടീഷ് ആർമിയുടെ ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് അതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല രസമാണ് കാണാൻ, വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഓവറോൾ സൗണ്ട് ഡിസൈൻ, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയായിരുന്നു. ബട്ട് ദ പ്രോബ്ലം, ആസ് ഐ സെഡ് ഏർലിയർ, ഇസ് ദാറ്റ് ഇത്രയും നല്ല ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉണ്ടായിട്ടും സ്റ്റോറി വാസ് വെരി മീഡിയോക്കർ. അത് കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത് എന്തിനോ കടന്ന് തിളയ്ക്കുന്ന സാമ്പാർ. നൗ നെഗറ്റീവ്സ്. കണ്ടിന്യൂയിങ് വാട്ട് ഐ എം സേയിങ്, very basic, predictable and cliched storyline.
നമ്മൾ കണ്ടിരിക്കുന്ന ഇങ്ങനത്തെ സോർട്ട് ഓഫ് ലൈക്ക് ഗാങ്സ്റ്റർ സ്പൈ ഇൻഫിൽട്രേഷൻ മൂവീസിൻ്റെ അകത്ത് സെയിം സംഭവങ്ങൾ തന്നെ. ഐ വാച്ച് ദിസ് ഫിലിം ഇൻ ആന്ധ്രാപ്രദേശ്. തെലുങ്ക് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നാണ് ഞാൻ ഈ മൂവി കണ്ടത്. ഈവൻ ദേ വർ ഡിസപ്പോയിൻറ്റഡ്. മൂവിയുടെ ഇടയ്ക്കൊക്കെ ഇവരൊക്കെ ചിരിക്കുവാണ്, ഇവർ തന്നെ കളിയാക്കുവാണ് മൂവിയെ. സോ ദാറ്റ്സ് ദി ഓവറോൾ വൈബ് ഗോയിങ് അറൗണ്ട് ഇൻ ദ തിയേറ്റർ. ഈവൻ ദ തെലുഗു പീപ്പിൾ ആർ നോട്ട് ടേക്കിംഗ് ദിസ് മൂവി സീരിയസ്ലി. That is because how mediocre this story was. The most stupid part about this film was climax. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇതിനകത്ത് ടിപ്പിക്കലി നമ്മൾ തെലുങ്ക് പടത്തിൽ കാണുന്ന കോപ്രായങ്ങൾ ഒന്നുമില്ല. പക്ഷേ ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് ഫുൾ മൂവിക്കകത്ത് ഇല്ലായിരുന്ന സാധനങ്ങൾ ഒരുമിച്ച് ക്ലൈമാക്സിൻ്റെ അകത്ത് ഇവർ നമ്മളെ കാണിച്ചു തരും. ഇതിൻ്റെ അകത്തൊരു സീനുണ്ട്, ഒരാൾ നമ്മുടെ ഹീറോ വിജയ് ദേവരകൊണ്ട പുള്ളിക്കാരൻ തന്നെ ഒരു വലിയ കപ്പലാണ്, ഭയങ്കര വലിയ കപ്പലാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്തുള്ള പണ്ടത്തെ ബ്രിട്ടീഷ് കപ്പലാണ്. ആ കപ്പൽ ഓൾമോസ്റ്റ് 70-80 വർഷങ്ങളായിട്ട് കടൽ തീരത്ത് നിൽക്കുവാണ്. കടലിനകത്തല്ല, കടൽ തീരത്ത്, ഫാർ അവേ ഫ്രം ദ വാട്ടർ. ഈ വിജയ് ദേവരകൊണ്ട പോയി ഒരു കയറും പിടിച്ചുകൊണ്ട് ആ കപ്പൽ വലിച്ച് വെള്ളത്തിൻ്റെ അകത്തോട്ട് കയറ്റി ഗൈസ്. ആ സീനൊക്കെ കാണുമ്പോഴത്തേക്ക് ചിരി വരുമായിരുന്നു. നോട്ട് ജസ്റ്റ് മീ ബട്ട് ദി ഓഡിയൻസ് അറൗണ്ട് മീ. എവ്രി വൺ വാസ് ലൈക്ക് ഇതെന്താണ്, ഇതെങ്ങനെയാണ്, എവ്രി വൺ ഈസ് ലാഫിങ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു കോമഡി ക്ലൈമാക്സ് ആയി മാറും. ഇതിനകത്ത് പിന്നെ പുള്ളി രക്ഷകനായി മാറും, അവിടുത്തെ ഗ്രാമവാസികളുടെ രക്ഷകൻ. ടിപ്പിക്കൽ രക്ഷകൻ സ്റ്റോറി. ഹീറോയിന് ആദ്യം ഒരു ഐഡിയ ഇല്ല, ബട്ട് സംഹൗ ഇറ്റ് ടേൺസ് ഔട്ട് സം പ്രോഫസി ഓർ ദി അതർ തിങ്, ഹി ബിക്കംസ് ദെയർ രക്ഷകൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പുള്ളി അസുരദേവനോ എന്തോ ആയി മാറും ലാസ്റ്റിൽ, ഡീമൺ കിങ് ഓർ സംതിങ്. ഇറ്റ്സ് ജസ്റ്റ് വെരി സ്റ്റൂപ്പിഡ്. സോ ദ ലാസ്റ്റ് 20 minutes ക്ലൈമാക്സ് ഓഫ് ദ മൂവിക്കകത്ത് നിറച്ച് കോപ്രായങ്ങളാണ്, ഒരു സ്റ്റൂപ്പിഡ് ഫണി ക്ലൈമാക്സ് ആയി മാറും. അടുത്തതായിട്ട് ഗൈസ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് കന്നഡ മൂവിയാണ്, ഒരു ഹൊറർ കോമഡി കന്നഡ മൂവി സൂ ഫ്രം സോ. ഈ മൂവി ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഡെബ്യൂട്ടൻ്റ് ആയ ഡയറക്ടർ JP തുമിനാടാണ്. മൂവി പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് രാജ് ബി ഷെട്ടിയാണ്. ഗൈസ് രാജ് ബി ഷെട്ടി നമ്മുടെ ടെർബോ മൂവിക്കകത്ത് മമ്മൂട്ടിയുടെ അഗെയിൻസ്റ്റ് വില്ലനായി പ്ലേ ചെയ്ത ആളാണ് രാജ് ബി ഷെട്ടി. പുള്ളി കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ഫേമസ് ആക്ടറാണ്, ഫേമസ് ഫിലിം ഡയറക്ടറാണ്. ഇതിൻ്റെ മുമ്പേ പുള്ളി ഒരു മൂവി ഉണ്ട്, പുള്ളി ഡയറക്റ്റ് ചെയ്തേക്കുന്ന ഒരു മൂവി ഗരുഡ ഗമന വൃഷഭ വാഹന, ഇങ്ങനെയാണ് മൂവി. ഞാൻ പണ്ട് ഒരു 2-3 വർഷം മുമ്പേ റിലീസായ മൂവിയായിരുന്നു, ഞാനപ്പം കണ്ടായിരുന്നു. കിട്ടിലൻ ഒരു ഗാങ്സ്റ്റർ മൂവിയാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് ആക്ടിങ് ചെയ്തേക്കുന്ന രാജ് ബി ഷെട്ടി തന്നെയാണ്. രാജ് ബി ഷെട്ടിയുടെ കൂടെ ഋഷഭ് ഷെട്ടി ഉണ്ട്, നമ്മുടെ കണ്ടാരയുടെ ആക്ടർ ഋഷഭ് ഷെട്ടി ഉണ്ട്. ഇവർ രണ്ടുപേരും ഗാങ്സ്റ്റേഴ്സ് അഭിനയിക്കുന്ന മൂവി. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി കാണും, എസ്പെഷ്യലി ഫാൻസ് ഓഫ് ക്രൈം ത്രില്ലേഴ്സ്, ഗാങ്സ്റ്റർ ഡ്രാമാസ്. അടിപൊളി മൂവി. സോ രാജ് ബി ഷെട്ടിയാണ് ഈ മൂവിയുടെ പ്രൊഡ്യൂസർ. പ്ലസ് ഈ മൂവിക്കകത്ത് ഒരു മെയിൻ റോളും പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല കോമഡി ആയ ഫൺ ആയ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പുള്ളി. സൂ ഫ്രം സോ മൂവിയെക്കുറിച്ച് സിംപ്ലി പറയുവാണെങ്കിൽ നമ്മുടെ മലയാളത്തിലെ രോമാഞ്ചം മൂവിയുടെ എക്സാക്ട് സെയിം വൈബാണ് ഗൈസ്. സ്റ്റോറി ഒത്തിരി ഡിഫറെൻ്റ് ആണ്, സ്റ്റോറി ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്, ഹാസ് നോ ലിങ്ക്സ് വിത്ത് രോമാഞ്ചം. ബട്ട് ദി ഓവറോൾ വൈബ് രോമാഞ്ചത്തിൻ്റെ അകത്തുള്ള പോലെ തന്നെ സോർട്ട് ഓഫ് ലൈക്ക് ബഡി കോമഡി ആയിരുന്നു രോമാഞ്ചം. ഇതിൻ്റെ അകത്ത് ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഗ്രാമവാസികളുടെ അന്ധവിശ്വാസം, അപ്പം ഗ്രാമവാസികളുടെ ഇടയ്ക്കുള്ള ഇൻട്രാക്ഷൻ, രോമാഞ്ചത്തിൻ്റെ അകത്ത് കൂട്ടുകാരുടെ ഇടയ്ക്കുള്ള ഇൻട്രാക്ഷൻ. ടിപ്പിക്കൽ സെയിം സ്റ്റൈൽ ഓഫ് സ്ലാപ്സ്റ്റിക് കോമഡി, സിറ്റുവേഷണൽ കോമഡി, നല്ല അടിപൊളി കോമഡിയാണ്. ഹൊറർ കോമഡി ആണെങ്കിലും ഇതിൻ്റെ അകത്ത് 80% കോമഡിയാണ്. ആൻഡ് റിയലി നൈസ് കോമഡി. എസ്പെഷ്യലി ഈ ഗ്രാമവാസികളുടെ ഓരോരോ കോപ്രായങ്ങൾ, ഓരോരോ സിറ്റുവേഷൻസ് കാണുമ്പോൾ, അവരുടെ അന്ധവിശ്വാസം അതൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല രസമാണ്. ഇറ്റ്സ് എ റിയലി നൈസ് ഹൊറർ കോമഡി ഫിലിം. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് രോമാഞ്ചം മൂവിയുടെ സെയിം വൈബാണ് കിട്ടിയേക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എന്ന് വെച്ചാൽ, ഒരു ചെക്കൻ ഒരു രാത്രിയിൽ ഒരു സ്ത്രീ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുമായിരുന്നു. അപ്പം ആൾക്കാരൊക്കെ ഇവനെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന കണ്ട്, അപ്പോൾ ഇവനെ ഇങ്ങനെ ഓടിക്കാൻ തുടങ്ങി. അപ്പം ഓടിച്ചു കഴിഞ്ഞ് ഇവനെ പിടിച്ചപ്പോഴത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇവൻ പ്രേതബാധ കീറിയ പോലെ ആക്ട് ചെയ്ത്. അപ്പോൾ ഇത് കണ്ട് നാട്ടുകാരെല്ലാം ഓർക്കുന്നു ഇവൻ്റെ അകത്ത് പ്രേതബാധ കീറിയിട്ടുണ്ടെന്ന്. അപ്പം അത് കാരണം ഇവനെ മുറിക്കകത്ത് പൂട്ടി വെക്കുന്നത്, മന്ത്രവാദിയെ വിളിക്കുന്നത്, എന്നിട്ട് ഫുൾ കോപ്രായങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ടെക്നിക്കലി ഈ പ്രേതമൊന്നുമില്ല. പക്ഷേ ഇനിയും പ്രേതം വരുമോ ഇല്ലയോ, ആക്ച്വലി പ്രേതം ഉണ്ടോ ഇല്ലയോ, ദാറ്റ് ഫോംസ് ദ പ്ലോട്ട് ഓഫ് ദിസ് ഫിലിം. നല്ല ഇൻട്രസ്റ്റിംഗ് ഒരു വെറൈറ്റി സ്റ്റോറിയാണ്, ഇതുവരെ നമ്മൾ കാണാത്ത ഒരു സ്റ്റോറിയാണ്. എസ്പെഷ്യലി ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഇസ് സെറ്റ് ഇൻ എ വെരി ഒരു ഗ്രാമം സെറ്റിംഗ് ആണ് ഈ മൂവിക്കകത്തുള്ളത്. അത് കാരണം അവിടുത്തെ ആൾക്കാരുടെ അന്ധവിശ്വാസവും പ്രിമിറ്റീവ് തിങ്കിങ്ങും പിന്നെ അവിടുത്തെ ആൾക്കാരുടെ ഓരോരോ കോപ്രായങ്ങൾ കാണുമ്പോൾ നല്ല രസമാണ്. ദിസ് മൂവി വാസ് റിയലി എൻജോയബിൾ. ഒരു സർപ്രൈസ് ഗുഡ് മൂവിയായി മാറി എനിക്ക് വേണ്ടി. സോ ഓവറോൾ ഒരു വെരി നൈസ് ഫിലിമാണ് ഗൈസ്. ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. കർണാടകയിലൊക്കെ നല്ല കളക്ഷൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, നല്ല വേർഡ് ഓഫ് മൗത്ത് ആണ്. ബിക്കോസ് ഓഫ് വിച്ച് ഫ്രം August 1 അത് വേറെ കുറേ ലാംഗ്വേജസിൽ റിലീസ് ആവാണ്, മലയാളത്തിലും റിലീസ് ആവാണ്. സോ ഡെഫിനറ്റ്ലി ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. സോ ദാറ്റ് ബ്രിങ്സ് അസ് ടു ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ ഗൈസ്. ഇന്ന് മലയാളത്തിൽ നിന്നും ഒരു ഹൊറർ കോമഡി മൂവി റിലീസ് ആകുന്നുണ്ട്, സുമതി വളവ്. അത് ഞാൻ ഇന്ന് വൈകിട്ട് പോയി കാണും, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ റിവ്യൂ ഇടുന്നതാണ്. സോ സീ യു ഗൈസ് ഇൻ അനദർ വീഡിയോ വിത്ത് അനദർ റിവ്യൂ. ടിൽ ദെൻ ടേക്ക് കെയർ, ഗുഡ് ബൈ.